നമസ്കാരം. ഞാൻ കാവനാട് രവി നമ്പൂതിരി. വാട്സപ്പ് പഞ്ചവാദ്യ ആസ്വാദക സമിതി എന്നൊരു പഞ്ചവാദ്യത്തിൻ്റെ പ്രചരണത്തിനായിട്ട് രൂപം കൊണ്ട ഒരു സംഘടനയുടെ സെക്രട്ടറിയാണ്. 2015 ഈ സംഘടന വാട്സപ്പ് എന്ന ഒരു നവമാധ്യമത്തിൽ കൂടി ഈ കൂട്ടായ്മ രൂപം കൊണ്ടത്. വാട്സപ്പ് എന്ന മാധ്യമം വന്നതിന് ശേഷം പഞ്ചവാദ്യ അരങ്ങുകളിൽ കണ്ടുമുട്ടുന്ന ആളുകളെല്ലാവരും കൂടി ഒരു സംഘടന രൂപീകരിക്കുകയും അതിൻ്റെ ആസ്വാദനത്തിനെ പറ്റിയിട്ടും നടത്തിപ്പിനെ പറ്റിയിട്ടൊക്കെയുള്ള ചർച്ചകൾക്കായിട്ട് രൂപം കൊണ്ടൊരു വേദിയാണ് വാട്സപ്പ് പഞ്ചവാദ്യ ആസ്വാദക സമിതി. അതിൻ്റെ ആരംഭകാലം മുതൽ തന്നെ ധാരാളം ആളുകൾ സഹകരിക്കേണ്ട കലാകാരന്മാരും ആസ്വാദകരൊക്കെ സഹകരിച്ചിട്ട് നല്ലൊരു വളർച്ച വന്നതിന് ശേഷം 2018 അത് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു വരുന്നു. വാപ്സ് എന്നാണ് WAPS ഈ സംഘടനയുടെ ചുരുക്കപ്പേര്. 2015 മുതൽ തന്നെ വർഷത്തിലൊരിക്കൽ നല്ലൊരു പഞ്ചവാദ്യം സംഘടിപ്പിക്കുകയും അതോടൊപ്പം വാദ്യ കലാകാരന്മാരുടെ ചികിത്സാ വിഷയത്തിൽ പറ്റാവുന്നതുപോലെ സഹായം ചെയ്യുക എന്നതാണ് ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യം. അത് തുടക്കം മുതൽ കഴിഞ്ഞ വർഷം വരെ പറ്റാവുന്ന രീതിയിൽ ഭംഗിയായിട്ട് ചെയ്തു വരുന്നു. ആസ്വാദകർക്ക് പഞ്ചവാദ്യത്തിനെക്കുറിച്ച് ചെറിയൊരു അവബോധം, അവരുടെ ആസ്വാദനത്തെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു അവബോധം ഉണ്ടാക്കുവാനായിട്ട് എന്ത് ചെയ്യാമെന്നുള്ള ഒരു ആലോചനയാണ് ഈ ശ്രമത്തിന് ഹേതു. ജിതേഷ് കുനിശ്ശേരി, രമേശൻ നമ്പീശൻ, വിനോദ് കുമാർ, ജയകൃഷ്ണൻ, പ്രശാന്ത് പിഷാരടി മുതലായിട്ടുള്ള ഇതിൻ്റെ സജീവ പ്രവർത്തകരൊക്കെ തന്നെ ഈ ശ്രമത്തിൻ്റെ മുന്നണിയിലും പിന്നണിയിലും പ്രവർത്തിക്കുന്നുണ്ട്. ജിതേഷ് കുനിശ്ശേരിയാണ് ഈ വീഡിയോകൾ എഡിറ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 10ഓളം വീഡിയോകളാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അത് ആദ്യത്തെ ഭാഗത്തുള്ള വീഡിയോ കുറച്ച് ദീർഘം ഉണ്ടാവാം, ഒരു 10-40 മിനിറ്റ് ഉണ്ടാവാം. പിന്നെ അതിന് താഴെ നിൽക്കുന്ന രീതിയിൽ പഞ്ചവാദ്യത്തിൻ്റെ പതികാലം മുഖം മുതൽ അല്ലെങ്കിൽ കാലം നിരത്തിൽ മുതൽ തിമിലടച്ചിൽ കഴിയുന്നവരെയുള്ള ഭാഗത്തെ വേർതിരിച്ച് ഖണ്ഡങ്ങളായിട്ട് എടുത്തു പറഞ്ഞ് അതിനെ വിശദീകരിക്കുക എന്നതാണ് ഈ ആസ്വാദന പഠന ക്ലാസ് എന്ന് പറയാൻ പറ്റുമെന്ന് വെച്ചില്ല എങ്കിൽ കൂടി ഈ ചിത്രീകരണത്തിൻ്റെ ഉദ്ദേശ്യം. വളരെ പ്രതിഭാധനരായ ഒറ്റപ്പാലം ഹരി, കലാനിലയം ഉദയൻ നമ്പൂതിരി മുതലായിട്ടുള്ള 2 കലാകാരന്മാരാണ് ഇതിനെ ഈ വിശദീകരണം രംഗത്തേക്ക് വിശദീകരണം ചെയ്യുന്നത്. അരുൺ ദേവ് വാര്യർ, ശ്രീജിത്ത്, കലാമണ്ഡലം ശ്രീജിത്ത് എന്നിവരുടെ പിന്തുണയും അവരുടെ സഹകരണവും പിന്തുണയും ഈ ചിത്രീകരണത്തിനെ സഹായിക്കുന്നുണ്ട്. ഈ ട്രസ്റ്റിലെ എല്ലാ അംഗങ്ങളും, ധാരാളം 50ഓളം പേരാണ് ഇപ്പോൾ ട്രസ്റ്റ് അംഗങ്ങളായിട്ടുള്ളത്. ഈ ട്രസ്റ്റിലെ ഓരോരുത്തരും ഈ പ്രവർത്തനത്തിന് വളരെ പിന്തുണയും ഉത്സാഹവും തന്നിട്ട് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് ഈ ട്രസ്റ്റ് അംഗങ്ങളാണ്. ഓരോരുത്തരോടുമുള്ള സന്തോഷവും നന്ദിയും ഈ സമയത്ത് സൂചിപ്പിക്കുകയാണ്. കരിയന്നൂർ നാരായണൻ നമ്പൂതിരി എന്നിട്ടുള്ള ഒരു അസാമാന്യനായിട്ട് ഒരു തിമില പ്രമാണി നമ്മുടെ ഇടയിലുള്ള അദ്ദേഹത്തിൻ്റെ നിരന്തരമായിട്ടുള്ള ശ്രമങ്ങൾ ഈ പഞ്ചവാദ്യത്തിനെ അതിനെ വേണ്ട രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങളുടെ ഭാഗമായിട്ട് അനവധി സെമിനാറുകൾ, ഡെമോൺസ്ട്രേഷനുകൾ ഒക്കെ അദ്ദേഹം ധാരാളം നടത്തിയിരുന്നു. അതിനെയൊക്കെ അവലംബിച്ച് അദ്ദേഹം ഒരു പുസ്തകവും, ഒരു വളരെ കൃത്യതയാർന്ന ഒരു പുസ്തകവും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളൊക്കെ തന്നെ ഞങ്ങൾ ചെയ്യുന്ന ഈ പരിശ്രമത്തിന് വളരെ
ഉത്സാഹം തരുന്ന ഒരു സംഗതിയാണ്. അതല്ലെങ്കിൽ ഞങ്ങൾക്ക് മാതൃക എന്ന് പറയാവുന്ന ഒരു സംഗതി കരിയന്നൂർ നാരായണേട്ടൻ ചെയ്തു വച്ചിട്ടുള്ള വിഷയങ്ങളാണ്. ഇത്രയാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. ഈ വീഡിയോ, ഈ വിശദീകരണ വീഡിയോ ഒക്കെ ചെയ്യുന്നത് ഉദയൻ നമ്പൂതിരിയും ഒറ്റപ്പാലം ഹരിയും കൂടി ചേർന്നിട്ടാണ്. ഇനിയുള്ള ഭാഗം അവർക്ക് കൈമാറുകയാണ്. ഇനി അവർ ഇതിൻ്റെ വിശദമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അവരെ ക്ഷണിക്കണം. നമസ്കാരം. നമസ്കാരം. ഞാൻ കലാനിലയം ഉദയൻ നമ്പൂതിരി. എൻ്റെ കൂടെ ഒറ്റപ്പാലം ഹരി. ഞങ്ങൾ ഇരുവരും വാദ്യകലാകാരന്മാരാണ്. വാട്സാപ്പ് പഞ്ചവാദ്യ ആസ്വാദക സമിതിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചവാദ്യത്തെ കൂടുതൽ അറിയുന്നതിന് വേണ്ടി, ജനങ്ങളിലേക്ക് കൂടുതൽ അതിൻ്റെ സാങ്കേതിക വശങ്ങളെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉദ്യമം, നിലവിൽ നടന്നു കഴിഞ്ഞ ഒരു പഞ്ചവാദ്യത്തിൻ്റെ ഓരോ ഭാഗങ്ങളെ തരംതിരിച്ച് അത് ഇന്നതാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഈ പഞ്ചവാദ്യം പരിചയപ്പെടുത്തുന്നതിന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പഞ്ചവാദ്യം ഉത്ഭവകാലം മുതൽ അനവധി മഹാരഥന്മാരുടെ പരിഷ്കാരങ്ങൾക്ക് വിധേയമായി ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള പതികാലം തുടങ്ങി 5 കാലങ്ങൾ കൊട്ടി ത്രിപുട അങ്ങനെ കഴിഞ്ഞ് ഏകതാളത്തിൽ അവസാനിക്കുന്ന പഞ്ചവാദ്യത്തിൻ്റെ തുടക്ക കാലഘട്ടങ്ങളിൽ പഞ്ചവാദ്യം തിമില വിഭാഗത്തിലായാലും മദ്ദള വിഭാഗത്തിലായാലും പതികാലം കൊട്ടിയിരുന്നത് 4 പേര് മാത്രം ആയിട്ടായിരുന്നു. കാലക്രമേണ ധാരാളം നല്ല കഴിവുള്ള കലാകാരന്മാരും ഒക്കെ പഞ്ചവാദ്യത്തിൽ ധാരാളമായിട്ട് ഉൾപ്പെട്ട് തുടങ്ങിയപ്പോൾ പഞ്ചവാദ്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ 2 വിഭാഗത്തിലും തിമിലയിലായാലും മദ്ദളത്തിലായാലും ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ കലാകാരന്മാരെയും ചേർത്തിക്കൊണ്ട് പഞ്ചവാദ്യത്തിൻ്റെ താളവട്ടം കൊട്ടുന്ന രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. നമ്മൾ മാതൃകയാക്കിയിട്ടുള്ള പഞ്ചവാദ്യത്തിലും അങ്ങനെ തന്നെയാണുള്ളത്. അപ്പോൾ അതിനെ ആസ്പദമാക്കിയാണ് ഇതിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. പഞ്ചവാദ്യം തുടങ്ങുന്നത് ശംഖുവിളിയോട് കൂടിയാണ്. ആദ്യം 3 തവണ ശംഖ് വിളിക്കുന്നു. 3ാമത്തെ ശംഖുവിളിയുടെ ഒപ്പം തിമില പ്രമാണി കാലമിട്ട് പഞ്ചവാദ്യം തുടങ്ങുന്നു. ഒരു കൈകൊണ്ട് കാലമിട്ടിട്ടാണ് പഞ്ചവാദ്യം തുടങ്ങുന്നത്. ഈ കാലം ഇടുന്ന അത്രയും ആ ദൈർഘ്യം മുഴുവൻ ആ സമയങ്ങളിൽ ഈ കാലമിടുന്ന ആ കാലപ്രമാണത്തിൽ അതിന് അനുയോജ്യമായ രീതിയിൽ, അനുഗുണമായ രീതിയിൽ അതിന് ഇടതൂർന്നുകൊണ്ട് ഇടയ്ക്കയിൽ വളരെ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു വാദന രീതി ആണ് ഇടയ്ക്ക കലാകാരന്മാർ പിന്തുടരുന്നത്. തുടർന്ന് കാലനിരത്തലിൻ്റെ സവിശേഷതകളും അതിൻ്റെ കാര്യങ്ങളും ഹരി പറയുന്നതായിരിക്കും. നമസ്കാരം. ഉദയേട്ടൻ പറഞ്ഞ പോലെ കാലം ഇടൽ കഴിഞ്ഞ് തിമലപ്രമാണി കാലം നിർത്തുന്നു. ഒന്ന് ചുരുക്കിയിട്ടൊന്ന് പറയാം. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വേറെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കാലം നിർത്താൻ പതികാലം അല്ലെങ്കിൽ 1ാമത്തെ കാലം നിർത്തുന്നു. അത് 2 തിമലക്കാർ നിർത്തും, ചിലപ്പോൾ 4 തിമലക്കാർ നിർത്താറുണ്ട്. ഈ വീഡിയോയിൽ 4 തിമലക്കാരാണ് കാലം നിർത്തിയത്. അതിനുശേഷം 2 താളവട്ടങ്ങൾ, തിമലയിൽ തന്നെ 2 താളവട്ടങ്ങൾ കൊട്ടുണ്ട്. ഒരു ഭാഗത്ത് തിമലക്കാർ ഒരു താളവട്ടം, അത് കഴിഞ്ഞ് 2ാമത്തെ ഭാഗത്ത് തിമലക്കാർ ഒരു പതികാലം താളവട്ടം, അത് കഴിഞ്ഞ് മദ്ദളക്കാരുടെ താളവട്ടം, അത് കഴിഞ്ഞ് ആദ്യത്തെ കൂട്ടിക്കൊട്ട്, അത് കഴിഞ്ഞ് ഇടയ്ക്കയിൽ 2ാമത്തെ താളവട്ടം കൊട്ടുന്നു. ഓരോ ഭാഗം ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പറയും. ഒന്ന് ചുരുക്കി പറയുകയാണ്. ഇടയ്ക്കയിൽ താളവട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ 2ാം കാലം കൂട്ടിക്കൊട്ട് വീണ്ടും നമ്മൾ ആവർത്തിക്കുന്നു. പിന്നെ മദ്ദളക്കാർ 2ാം കാലം താളവട്ടം കൊട്ടുന്നു. അങ്ങനെ ക്രമേണ കാലം കയറി 2ാം കാലത്ത് നിന്ന് 3ാം കാലത്തിലേക്ക് മാറുന്നു. 3ാം കാലം ഇതുപോലെ തിമലക്കാർ താളവട്ടം കൊട്ടാം, ഇടയ്ക്കക്കാർ താളവട്ടം കൊട്ടാം, മദ്ദളക്കാർ താളവട്ടം കൊട്ടാം, കൂട്ടിക്കൊട്ട് കൊട്ടി അങ്ങനെ ക്രമേണ കാലം കയറി 3ാം കാലത്ത് നിന്ന് 4ാം കാലത്തിലേക്ക് മാറുന്നു. 4ാം കാലം ഇതേപോലെ ഈ ഒരു സ്ട്രക്ചറിൽ തന്നെയാണ് പോവുക. കാലം കയറി 4ാം കാലം നിന്ന് ഒരു പ്രത്യേക കാലത്തിലെത്തിക്കഴിഞ്ഞാൽ അത് 5ാം കാലത്തിലേക്ക് കിടക്കുന്നു. 5ാം കാലത്ത് നിന്ന് പിന്നെ ഒരു 3 കഷ്ണം, ഒരു ത്രിപുടയിലേക്ക് കിടക്കുന്ന ഒരു കഷ്ണം, ഒരു 3 കഷ്ണം കൊട്ടി ത്രിപുടയിലേക്ക് കിടക്കുന്നു. ത്രിപുടയിൽ 14 അക്ഷരകാലം പതിഞ്ഞ ത്രിപുട കൊട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് 14 അക്ഷരകാലത്ത് നിന്ന് 7 അക്ഷരകാലം ത്രിപുടയിലേക്ക് കിടക്കുന്നു.
അത് കഴിഞ്ഞ് 3.5 അക്ഷര കാലം ത്രിപുടയിലേക്ക് കടക്കുന്നു. ക്രമേണ കാലം കയറുന്നതോടൊപ്പം ഏകതാളത്തിലേക്ക് കടന്ന് കലാശിക്കുന്നു. അത് കഴിഞ്ഞ് ഒരു തിമിലടച്ചിലോട് കൂടിയാണ് ഈ പഞ്ചവാദ്യം കലാശിക്കുന്നത്. ഇനി ഒരു വിശദീകരണം വീഡിയോടൊപ്പം അടുത്ത ഒരു ഇതിൽ തരുന്നുണ്ട്.